ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ കുറച്ച് കല്യാണ വിശേഷങ്ങളാണ് കേട്ടോ. ചേച്ചിയുടെ മോടെ കല്യാണത്തിൻ്റെ തലേദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതേ രാവിലെ തന്നെ റെഡിയായി അങ്ങോട്ട് പോവാം. അച്ഛനാണെങ്കിൽ ഞങ്ങളെക്കാട്ട് നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ റെഡിയാവാൻ താമസിച്ചുകൊണ്ട് അച്ഛനങ്ങ് പോയത്. ഇതേ പോകുന്ന വഴിക്ക് വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് അതിനും ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേ അച്ഛനും വലിയമ്മയും ചേച്ചിയൊക്കെ ആയിരുന്നു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ചെന്ന പാടെ തന്നെ ദേവ് അവളുടെ കൈ മുറിഞ്ഞത് കാണിക്കാനായിട്ട് എൻ്റെ അടുത്തേട്ട് ഓടി വന്നു കേട്ടോ. അവിടെ എത്തി പിന്നെ എല്ലാവരോട്ടും കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കിന് രാഗിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോയി. രാവിലെ കഴിക്കാനായിട്ട് ഇടിയപ്പം വെജിറ്റബിൾ കറി ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതേ പാചകപ്പുരയിലോട്ടൊന്ന് പോയി നോക്കിയതാണ്. വൈകിട്ടത്തേക്കുള്ള ഫുഡൊക്കെ അവിടെ റെഡി ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ചെക്കന് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ പോയി കണ്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിരുന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു തന്നപ്പോഴത്തേക്കിന് ഉച്ചക്കലത്തേക്ക് ഊണിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഫംഗ്ഷൻ തുടങ്ങുന്നതുകൊണ്ട് വിശപ്പില്ലെങ്കിലും അങ്ങനെ പോയി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയായിട്ടും കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കിന് ഇതേ നമ്മുടെ ബ്രൈഡ് ഒരുങ്ങിയൊക്കെ വന്നു. പിന്നെ ബ്രൈഡിൻ്റെ കൂടെ പോയി കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതേ വൈകുന്നേരത്തുള്ള പുടവ കൊടുക്കലിന് വേണ്ടിയിട്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ചെക്കൻ്റെ പെങ്ങന്മാരും കുറച്ച് ഫ്രണ്ട്സും മാത്രം കേട്ടോ ഈ ചടങ്ങിന് വരുന്നത്. അച്ഛനും അമ്മയൊന്നും വരത്തില്ല. അങ്ങനെ ചെക്കൻ്റെ പെങ്ങൾ പുടവ തരുന്ന സമയത്ത് നമ്മളെന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് ആ കുട്ടിക്ക് കൊടുക്കും കേട്ടോ. അങ്ങനെ പുടവ കൊടുക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനൊന്ന് പുറത്തേക്ക് പോയി. കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ടാട്ടോ തിരിച്ച് വന്നത്. അങ്ങനെ പിന്നെ ഞാനും രാഗയും കൊണ്ടിരുന്ന മുല്ലപ്പൂ ഒക്കെ കെട്ടി രാത്രിയിൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോന്നു.